إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഇന്നല്ലദീന കഫറൂ നിശ്ചയമായും അവിശ്വാസികൾ ലൻ തുഗ്നിയൻഹും അവരെ തൊട്ട് ധന്യതയുണ്ടാകില്ല, അതായത് അവർക്ക് ഉപകാരപ്പെടില്ല. അംവാലുഹും അവരുടെ സമ്പത്ത് അവർക്ക് ഉപകാരപ്പെടില്ല. വലാ ഔലാദുഹും അവരുടെ സന്താനങ്ങളും അവർക്ക് ഉപകരിക്കുകയില്ല. മിനല്ലാഹി ഷൈഅൻ അല്ലാഹുവിൽ നിന്നും ഒന്നും തന്നെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുന്ന ഘടകങ്ങളെയല്ല അവരുടെ സമ്പത്തും അവരുടെ സന്താനങ്ങളും. എന്നാൽ നേരെ മറിച്ച് ഈ ഐഹികമായ ജീവിതത്തിൽ, ഈ ദുനിയാവിൽ മനുഷ്യർക്ക് അങ്ങേയറ്റം ഉപകാരപ്രദമായ രണ്ട് കാര്യങ്ങളാണ് അവരുടെ സന്താനങ്ങളും അവരുടെ സമ്പത്തും. അവരുടെ സമ്പത്ത് കൊണ്ട് അവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഈ ദുനിയാവിലുണ്ട്, സന്താനങ്ങളെ കൊണ്ടും ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതേസമയം നാളെ മഹ്ശറാവൻ സഭയിൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും ഈ അവിശ്വാസികൾക്കും അതുപോലെ മുശ്രിക്കീങ്ങൾക്കും യാതൊരു തരത്തിലുള്ള രക്ഷയോ സഹായമോ അവരുടെ സന്താനങ്ങളോ അവരെ സമ്പത്തുകളോ നേടിക്കൊടുക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന വ്യക്തമായ ഒരു സൂചന. നോക്കൂ നിങ്ങൾ, അതിനുശേഷം കൂട്ടർ, ആ അവിശ്വാസികളായ ആൾക്കാർ, അവർ വഖൂദുന്നാർ, അവർ നരകത്തിൽ കടന്ന് കത്തിയിരിയുന്നതാണ്. അതായത് നരകത്തിന്റെ വിറകുകളായി അവർ മാറും. നരകശിക്ഷക്ക് അവർ പത്രീഭൂതരാകും. അങ്ങേയറ്റം കഠിനമായ വേദനാജനകമായ ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു താക്കീത്, ഒരു മുന്നറിയിപ്പാണ് അല്ലാഹു നൽകുന്നത്. ഈ ഐഹികമായ ജീവിതത്തിൽ വെച്ചു തന്നെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച പ്രകാരത്തിലുള്ള സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാലല്ലാതെ അവർക്കൊരിക്കലും രക്ഷ ലഭിക്കില്ല. അങ്ങനെ ഉള്ള ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ ദുനിയാവിൽ അവരെ രക്ഷിക്കുന്നതിന് അവർക്ക് സന്താനങ്ങളും സമ്പത്തുമുണ്ട്. അതേസമയം അത് ഒരിക്കലും മഹ്ശറിൽ അവർക്ക് ഉപകാരത്തിന് വന്നെത്തുകയില്ല, അവരെ രക്ഷിക്കുകയില്ല എന്നുള്ള ശക്തമായ താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വെക്കുന്നത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ നിന്ന് അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി.